Hi everyone. അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് പഠനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എപ്പോഴും ആളുകൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തുക, ഇംഗ്ലീഷിൽ തന്നെക്കുറിച്ചൊരു 10 വാക്ക് പറയുക എന്നുള്ളത് നമുക്ക് വളരെ കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. സ്പെഷ്യലി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് 10 വാക്ക് പറയൂ, നിങ്ങളെക്കുറിച്ച് ഒരു 5 വാക്ക് പറയൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് ഇംഗ്ലീഷിൽ പറയാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇൻ്റർവ്യൂവിന് മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങളെന്ന് പഠിപ്പിക്കണത്. ബാക്കി ഏതൊരു കാര്യത്തിനും, ഒരു കോമൺ ഗ്യാതറിങ്ങിന്, ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നല്ല വൃത്തിക്ക് ഭംഗിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ ക്ലാസ് മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതൊരു പ്രാക്ടീസ് ആവും. എവിടെയെങ്കിലുമൊക്കെ കറക്ഷൻസ് വേണമെങ്കിൽ നമ്മുടെ മുൻ വീഡിയോസ് പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കറക്ഷൻസ് തരുന്നതായിരിക്കും. റെഡി? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമ്മളൊരു സദസ്സിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാനായിട്ട് പഠിക്കും, ഇല്ലേ? നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രീറ്റ് ചെയ്യാൻ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ആ സെയിം ഗ്രീറ്റിംഗ് നമ്മൾ ഇവിടെ കൊണ്ടുവരണം. പക്ഷെ എപ്പോഴും ഗ്രീറ്റിംഗ് ഒന്ന് ഫോർമൽ ആണെങ്കിൽ നല്ലതാണ്. ഓക്കെ, നമുക്ക് ഇൻഫോർമലായിട്ടും ഫോർമലായിട്ടും നമുക്ക് ഗ്രീറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂവിനാണെങ്കിൽ നമ്മളൊരു ഫോർമൽ ഗ്രീറ്റിങ്ങിന് പോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഫോർമൽ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് 12 മണി വരെയാണെങ്കിൽ നമ്മൾ കയറി ചെന്ന് ഗുഡ് മോർണിംഗ് സർ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. 12 മണി തുടങ്ങി ഉച്ചയ്ക്ക് 4:30 വരെയുള്ള സമയത്ത് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയും. 4:30 തുടങ്ങി അങ്ങോട്ട് നമ്മൾ ഗുഡ് ഈവനിങ് എന്ന് പറയും. ഓക്കെ, ഇനി അതല്ല, നമ്മുടെ ഒരു ഗ്യാതറിംഗ് ആണ്, നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ്, അവിടെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് ഹായ് എവ്രി വൺ, ഹലോ എവ്രി വൺ എന്നൊക്കെ നമുക്ക് ഇൻഫോർമലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഫോർമലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഓക്കെ, ഫോർമലായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആയിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളോടാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം, ഒപ്പം നിറപുഞ്ചിരി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. നല്ല പുഞ്ചിരിയോടുകൂടെ വേണം പറയാൻ, ഒപ്പം നല്ല ഐ കോണ്ടാക്റ്റും കൂടി ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇവിടെ നോക്കി, വാച്ചിൽ നോക്കി, സമയം കറക്റ്റ് ആണോ എന്ന് നോക്കി, ഇപ്പം എന്താ പറയേണ്ടതെന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ടൊന്നും ഒരിക്കലും ഗ്രീറ്റ് ചെയ്യരുത്. ജോലിക്ക് നമ്മൾ ചെല്ലുമ്പോൾ ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വളരെ അവരുടെ കണ്ണിലേക്ക് നോക്കി ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഒരു നല്ല പുഞ്ചിരി കൊടുത്തിട്ട് പറയണം ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്ന് പറയണം. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു പോസിറ്റിവിറ്റി നമുക്ക് തരും. രണ്ടാമത്തെ സംഗതി, നമ്മളെ പേര് പറയുക എന്നുള്ളതാണ്. ഓക്കെ, 2, 3, 4 ടൈപ്പിൽ നമുക്ക് നമ്മുടെ പേര് പറയാൻ പറ്റും. ഓക്കെ, നമ്മളൊന്ന് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് നിങ്ങൾക്ക് പറയാം ഐ ആം ലിൻറ്റോ ജോൺ. ഓക്കെ, ഐ ആം ലിൻറ്റോ ജോൺ. ഫുൾ നെയിം പറയണമെന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക നമ്മുടെ ഫുൾ നെയിം തന്നെ പറയണം, നമ്മുടെ ഇനീഷ്യൽ ചേർത്ത് വേണം നമ്മൾ പേര് പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാം? ഐ ആം ലിൻറ്റോ ജോൺ. ഇതിനെ തന്നെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് പറയാം ഐ ആം ലിൻറ്റോ ജോൺ. ഓക്കെ, ഐ ആം ലിൻറ്റോ ജോൺ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം മൈ നെയിം ഇസ് ലിൻറ്റോ ജോൺ. ഓക്കെ, മൈ നെയിം ഇസ് ലിൻറ്റോ ജോൺ. അല്ലെങ്കിൽ നമുക്ക് പറയാം മൈ നെയിം ഇസ് ലിൻറ്റോ ജോൺ എന്ന് പറയാം. പല ആളുകൾ ചില സമയങ്ങളിൽ തെറ്റിച്ച് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മൈസെൽഫ് ലിൻറ്റോ ജോൺ എന്ന് പറയും. ഓക്കെ, ഒരിക്കലും പറയാൻ പാടില്ല, അത് തെറ്റായിട്ടുള്ളൊരു യൂസേജ് ആണ്. മൈസെൽഫ് ലിൻറ്റോ ജോൺ എന്ന് നമ്മൾ പറയില്ല. ഒപ്പം തന്നെ ചില ആളുകൾ പറയാറുണ്ട് ഐ ആം മിസ്റ്റർ ലിൻറ്റോ ജോൺ അല്ലെങ്കിൽ ഐ മിസ്സിസ് ലിൻറ്റോ ജോൺ എന്നൊക്കെ പറയും. അങ്ങനെ നമ്മളൊരു ടാഗ് ലൈൻ കൊടുക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ഐ ആം ലിൻറ്റോ, മൈ നെയിം ഇസ് ലിൻറ്റോ ജോൺ അല്ലെങ്കിൽ മൈ നെയിം ഇസ് ലിൻറ്റോ ജോൺ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ പേര് പറയുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയണം. നമ്മുടെ പേരിനെ കുറിച്ച് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ വേണം നമ്മുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, മൂന്നാമത്തെ സംഗതിയാണ് ലൊക്കേഷൻ. നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയൂ, അല്ലേ? നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്തു, നമ്മുടെ പേര് പറഞ്ഞു, നമ്മുടെ ലൊക്കേഷൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പറയാം ഐ എം ഫ്രം തൃശ്ശൂർ. ഓക്കെ, ഐ എം ഫ്രം തൃശ്ശൂർ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ, ഐ എം ഫ്രം തൃശ്ശൂർ എന്ന് പറയാം. ചില ആളുകൾ ഐ എം കമ്മിങ് ഫ്രം എന്ന് പറയും. കമ്മിങ് ഫ്രം എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഐ എം ഫ്രം എന്ന് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. ചില ആളുകൾ പറയും ഞാൻ ജനിച്ചത് വളർന്നതും ഇവിടെയാണ് എന്ന് പറയും, അല്ലേ? ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടെയാണ്. അപ്പോൾ എങ്ങനെയാ പറയാം? ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ തൃശ്ശൂർ. എങ്ങനെയാ പറയാം? I was born and raised in Thrissur.
ചില ആളുകൾ പറയും ഞാൻ ജനിച്ചത് ഇന്ന സ്ഥലത്താണ് പക്ഷെ വളർന്നത് മറ്റൊരു സ്ഥലത്താണ്, അല്ലേ? അങ്ങനെ ഉണ്ടാവും. നമ്മൾ തൃശ്ശൂർ ചിലപ്പോൾ ജനിക്കും, അതിനുശേഷം നമ്മുടെ മാതാപിതാക്കളൊക്കെ ചിലപ്പോൾ എറണാകുളത്ത് സെറ്റിൽഡ് ആകും. അപ്പോൾ പിന്നെ നമ്മൾ എറണാകുളത്തായിരിക്കും പിന്നീട് നമ്മൾ ജീവിച്ച് വളരുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പറയാം, ഐ വാസ് ബോൺ ഇൻ തൃശ്ശൂർ ബട്ട് റേസ്ഡ് ഇൻ എറണാകുളം. ഐ വാസ് ബോൺ ഇൻ തൃശ്ശൂർ ബട്ട് റേസ്ഡ് ഇൻ എറണാകുളം. ഓക്കെ, ഒരു പ്രാവശ്യം എന്നോടൊന്ന് പറഞ്ഞു നോക്കിക്കാൻ, ഐ വാസ് ബോൺ ഇൻ തൃശ്ശൂർ ബട്ട് റേസ്ഡ് ഇൻ എറണാകുളം. ചില ആളുകൾ പറയും ഞാൻ വളർന്നത് എറണാകുളത്താണ് പക്ഷെ ഇപ്പോൾ ജീവിക്കുന്നത് താമസിക്കുന്നത് ബാംഗ്ലൂരാണെന്ന് പറയും. ഓക്കെ, അതെങ്ങനെയാ പറയാം? ഐ ഗ്രൂ അപ്പ് ഇൻ എറണാകുളം ബട്ട് നൗ ഐ ലിവ് ഇൻ ബാംഗ്ലൂർ. ഓക്കെ, ഐ ഗ്രൂ അപ്പ് ഇൻ എറണാകുളം ബട്ട് നൗ ഐ ലിവ് ഇൻ ബാംഗ്ലൂർ. ഓക്കെ, ഇങ്ങനെ നമുക്കും പറയാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് നമ്മൾ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ നമ്മൾ വളർന്ന സ്ഥലം, നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലമൊക്കെ പറയാൻ പറ്റും. ചില ആളുകൾ പറയും കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ എറണാകുളം for last 3 years. Okay, I have been living in Ernakulam for last 3 years. Okay, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലങ്ങളെ കുറിച്ച് പറയാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തരുന്നതിൻ്റെ ഒരു റീസൺ ഇത്രയേ ഉള്ളൂ. നമുക്ക് പല സാഹചര്യങ്ങളിൽ പല രീതിയിലായിരിക്കും നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പല രീതിയിൽ തരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ചേർന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അടുത്തത് നമ്മുടെ പൊസിഷൻ, കമ്പനി ഒക്കെ നമ്മൾ പറയണം, അല്ലേ? നമ്മുടെ ജോലി എന്താണ്, ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ആ കമ്പനിയിൽ എൻ്റെ പൊസിഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ പറയും, ഇല്ലേ? അതാണ് നമ്മുടെ ഒരു സ്റ്റേറ്റസ് നമ്മൾ പറയുന്ന ഒരു രീതി. നമ്മളെങ്ങനെയാണ് അത് പറയാം? ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് ലാഡർ ഇൻ ദി അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് ലാഡർ ഇൻ ദി അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് ലാഡറിൽ അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ പറയാം. ഓക്കെ, ഐ വർക്ക് ഇൻ ഗൂഗിൾ in HR department. Okay, I work in Microsoft in IT department. Okay, അങ്ങനെ നമുക്ക് ഒരു കമ്പനിയുടെ പേര് ഒപ്പം ആ ഡിപ്പാർട്ട്മെന്റ് കൂടെ ചേർത്ത് നമുക്ക് പറയാൻ പറ്റും. ചില ആളുകൾ പറയും ഐ വർക്ക് ഇൻ ആ കമ്പനിയുടെ പേര് പറയും. ചില ആളുകൾ പറയും ഐ വർക്ക് ഇൻ ഗൂഗിൾ, ഐ വർക്ക് ഇൻ മൈക്രോസോഫ്റ്റ്. നമുക്ക് ഒരിക്കലും ഇൻ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അത് തെറ്റായിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഓക്കെ, ഐ വർക്ക് ഇൻ എന്നല്ല പറയേണ്ടത്, പകരം എന്താ വെച്ചാൽ പറയേണ്ടത് I work at. Okay, I work at Google. Okay, I work at Facebook. I work at English Ladder. എന്നിങ്ങനെ രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. ഒപ്പം നമുക്ക് ഇങ്ങനെയും കൂടി പറയാം, ഐ വർക്ക് ഫോർ ഇംഗ്ലീഷ് ലാഡർ. ഓക്കെ, ഐ വർക്ക് ഫോർ ഇംഗ്ലീഷ് ലാഡർ. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് ലാഡറിന് വേണ്ടി ജോലി ചെയ്യുന്നു. ഓക്കെ, ഐ വർക്ക് ഫോർ ഇംഗ്ലീഷ് ലാഡർ. ഐ വർക്ക് ഫോർ ആക്സെൻറ്റ്. ഓക്കെ, നമുക്ക് അങ്ങനെ പല രീതിയിൽ ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന കമ്പനിയെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഡെസിഗ്നേഷൻ പറയാം, അതിനുശേഷം നമുക്ക് കമ്പനിയുടെ പേര് പറയാം എന്നുള്ളതാണ്. ഓക്കെ, ഐ എം എ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അറ്റ് ഗൂഗിൾ. ഓക്കെ, ഐ എം എ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അറ്റ് ഗൂഗിൾ. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഐ എം an IT പ്രൊഫഷണൽ അറ്റ് ഫേസ്ബുക്ക്. എന്നിങ്ങനെ പല രീതിയിൽ ആദ്യം നമ്മുടെ പ്രൊഫഷൻ പറയുന്നു, അതിനുശേഷം നമ്മൾ നമ്മുടെ കമ്പനി പറയണം. ഇങ്ങനെ 2, 3, 4 തരത്തിൽ നമുക്ക് ഈ സംഗതി പറയാനായിട്ട് പറ്റും. അടുത്ത ഘട്ടം എന്താ നമ്മൾ ചെയ്യേണ്ടത്? അടുത്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയണം, അല്ലേ? നമ്മുടെ ക്വാളിഫിക്കേഷനാണ് അടുത്ത് നമ്മൾ പറയേണ്ടത്. നമ്മൾ ഏതുവരെ പഠിച്ചു, എന്താണ് ചെയ്തത്. സ്പെഷ്യലി ജോബ് ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറയേണ്ടി വരും. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിളുകൾ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് മസ്റ്റ് അല്ല നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ പറയണം എന്നുള്ളത്. പക്ഷേ എസ്പെഷ്യലി നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിന് മുന്നിലാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും പറയണം. അതുകൊണ്ടാണ് നമ്മൾ ആ ക്വാളിഫിക്കേഷൻ ഭാഗം കൂടി ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി ഏകദേശം കംപ്ലീറ്റ് ചെയ്യാറായി എന്ന് നമ്മൾ പറയുകയാണ്. ഡിഗ്രി ഇപ്പോൾ അടുത്ത് തന്നെ കംപ്ലീറ്റഡ് ആകും എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഐ എം അബൌട്ട് ടു ഗ്രാജുവേറ്റ്. ഓക്കെ, ഐ എം അബൌട്ട് ടു ഗ്രാജുവേറ്റ്. ഐ എം അബൌട്ട് ടു ഗ്രാജുവേറ്റ്. ഓക്കെ, ഞാൻ ഗ്രാജുവേറ്റ് ആകാൻ പോവാണ്. മിക്കവാറും ഫൈനൽ ഇയർ ആകുമ്പോഴൊക്കെയാണ് നമ്മൾ പറയുക ഐ എം അബൌട്ട് ടു ഗ്രാജുവേറ്റ്. ഇല്ലേ, നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുമ്പേ നമ്മൾ ഇൻ്റർവ്യൂസിനൊക്കെ പോയി തുടങ്ങും ബഹുഭൂരിപക്ഷം ആളുകളും. നമുക്ക് പറയാം ഐ എം അബൌട്ട് ടു ഗ്രാജുവേറ്റ്. ഐ എം അബൌട്ട് ടു ഗ്രാജുവേറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഹാവ് MPA ഇൻ മാർക്കറ്റിംഗ്. ഓക്കെ, ഐ ഹാവ് MPA ഇൻ മാർക്കറ്റിംഗ്. ഓക്കെ, എനിക്ക് മാർക്കറ്റിംഗിൽ MPA ഉണ്ട്. ഓക്കെ, ഐ ഹാവ് MPA ഇൻ മാർക്കറ്റിംഗ്. ഐ ഹാവ് MPA ഇൻ മാർക്കറ്റിംഗ്. അല്ലെങ്കിൽ പറയാം ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ എം കറൻ്റ്ലി ടേക്കിംഗ് എ കോഴ്സ് ഇൻ സൈക്കോളജി. ഓക്കെ, ഐ എം കറൻ്റ്ലി ടേക്കിംഗ് എ കോഴ്സ് ഇൻ സൈക്കോളജി. അപ്പോൾ ഞാനിപ്പോൾ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മളവിടെ പറയണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് പറയാം.
അപ്പോൾ നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ ജോലിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഒരു സാധനമാണ് നമ്മുടെ എക്സ്പീരിയൻസ്, അല്ലേ? നമ്മൾ ഇത്ര നാൾ നമുക്ക് എന്ത് എക്സ്പീരിയൻസാണ് ഉള്ളത്, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ മെയിൻ ചെയ്യുന്നത്. നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പല രീതിയിൽ നമുക്ക് അതും പറയാം. ഇങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. I have 10 years of experience in marketing. Okay, I have 10 years of experience in marketing. എനിക്ക് 10 വർഷത്തെ മാർക്കറ്റിംഗ് പരിചയ സമ്പത്തുണ്ട്, മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം I have 5 years of experience in sales. Okay, എനിക്ക് സെയിൽസിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. I have 5 years of experience in sale. അല്ലെങ്കിൽ നമുക്ക് പറയാം I have 2 years of experience in editing. അല്ലെങ്കിൽ എനിക്ക് പറയാം I have 3 years of experience in script writing. അപ്പോൾ പല രീതിയിൽ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. മറ്റൊരു ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് I have worked in accounting field for 3 years. Okay, I have worked in accounting field for 3 years. ഞാൻ 3 വർഷക്കാലം അക്കൗണ്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ ഹവ് വർക്ക്ഡ് ഇൻ അക്കൗണ്ടിങ് ഫീൽഡ് ഫോർ 3 years. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഫീൽ ചെയ്യണത് അത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇതിലേതെങ്കിലും ഒരു സ്ട്രക്ചർ നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവസാനം നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയും, ഇല്ലേ? നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയും. ചില ആളുകൾ ഫാമിലിയെ കുറിച്ച്, സ്പെഷ്യലി ജോബ് ഇൻ്റർവ്യൂസിനൊന്നും ഒട്ടും തന്നെ ഫാമിലിയെ കുറിച്ച് പറയാറില്ല. സ്പെഷ്യലി അവരിപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കുകയൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഫാമിലിയെ കുറിച്ച് പറയും. പക്ഷേ നമ്മളൊരു കോമൺ നമ്മളൊരു ഫംഗ്ഷൻ, ഒരു ചടങ്ങിനൊക്കെ ചെന്നിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ഫാമിലിയെ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സ്പെഷ്യലി അതൊരു ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ ആകുമ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫാമിലിയെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? I am from a family of 4. Okay, I am from a family of 4. ഞാൻ 4 പേരുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഐ എം ഫ്രം എ ഫാമിലി ഓഫ് 4. ചില ആളുകൾ ഇത് തെറ്റായ രീതിയിൽ പറയാറുണ്ട്. ഓക്കെ, ചില ആളുകൾ വി ആർ 5 in our family എന്ന് പറയാറുണ്ട്. ഓക്കെ, കോമൺലി ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്, ഒരു യൂസേജ് ആണ്. പക്ഷെ അത് തെറ്റാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെൻറ്റൻസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പകരം ഐ എം ഫ്രം എ ഫാമിലി ഓഫ് 4 എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഐ എം ഫ്രം എ ഫാമിലി ഓഫ് 4. അല്ലെങ്കിൽ നമുക്ക് വി ആർ എ ഫാമിലി ഓഫ് 4 എന്ന് പറയും. ഓക്കെ, വി ആർ എ ഫാമിലി ഓഫ് 4 ഒന്നുകൂടെ പറഞ്ഞു നോക്കി, വി ആർ എ ഫാമിലി ഓഫ് 4. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് എ ബ്രദർ, ഐ ഹാവ് എ സിസ്റ്റർ, ഐ ഹാവ് എ യങ്ങർ ബ്രദർ, ഐ ഹാവ് എൽഡർ ബ്രദർ എന്നൊക്കെ പറയാം. എനിക്ക് മൂത്ത സഹോദരനുണ്ട്, ഇളയ സഹോദരനുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറയേണ്ട കാര്യമാണ്. അപ്പോൾ പല രീതിയിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പറയാം. അവസാനം നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഹോബീസിനെ കുറിച്ചിട്ട്. ഓക്കെ, ഹോബീസിനെ കുറിച്ചിട്ട് സ്പെഷ്യലി ജോബ് ഇൻ്റർവ്യൂവിന് ഇതൊരു ചോദ്യമായിട്ട് വരാണെങ്കിൽ മാത്രം നമ്മൾ പറയേണ്ട കാര്യമാണ്. ഈവൻ നിങ്ങൾ പറഞ്ഞാലും അതിൽ തെറ്റൊന്നുമില്ല. സ്പെഷ്യലി കോമൺ ആയിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്നതും ഭംഗിയാണ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് മൂവീസ്. ഓക്കെ, ഞാൻ മൂവീസിൻ്റെ ഒരു ഭയങ്കര ഫാനാണെന്ന് പറയും. ഓക്കെ, പണ്ടാണ് നമ്മൾ പറയാം മൈ ഹോബീസ് ആർ ബുക്ക് റീഡിങ് അല്ലെങ്കിൽ ലിസണിങ് ടു മ്യൂസിക് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം നമ്മൾ അതിനൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് പറയാം. എങ്ങനെ? ഐ എം എ ബിഗ് ഫാൻ ഓഫ് മൂവീസ്, അല്ലെങ്കിൽ പറയാം ഐ എം ബിഗ് ഫാൻ ഓഫ് ഫുട്ബോൾ, ഐ എം എ ബിഗ് ഫാൻ ഓഫ് സൈക്ലിംഗ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം ഐ എം എ കീൻ ഫുട്ബോൾ പ്ലെയർ. എങ്ങനെ പറയാം? ഐ എം എ കീൻ ഫുട്ബോൾ പ്ലെയർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ എം എ കീൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ എം കീൻ ഓൺ സൈക്ലിംഗ്. ഓക്കെ, ഐ എം കീൻ ഓൺ സൈക്ലിംഗ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ ഹോബീസുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇത് എഴുതിയെടുത്തിട്ടുണ്ടെന്നാണ്. ഞാനിനി എന്നെ ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് പോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ കമൻ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാണ്. ഗുഡ് മോർണിംഗ്, ഐ എം ലിൻറ്റോ ജോൺ, ഐ എം ഫ്രം തൃശ്ശൂർ, ഐ എം ആൻ ഇംഗ്ലീഷ് ട്രെയിനർ, I work at English Ladder. I'm a postgraduate in English literature. I'm a big fan of movies. Thank you. ഇത് ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞതാണ്. ഇൻ്റർവ്യൂവിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ടൊക്കെ പറയാം. നമ്മൾ ഉപയോഗിച്ച ഡിഫറെൻറ്റ് യൂസേജസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം വീട്ടിലുള്ള മറ്റംഗങ്ങളോടൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. Until then, it's bye from Linto.